MG യൂണിവേഴ്സിറ്റിയുടെ 2022 ക്രിട്ടിക്കൽ തിങ്കിങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പ്രസന്റേഷൻ എന്ന ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യായിരുന്നു. അതിൽ 25 ചോദ്യങ്ങളായിട്ടാണ് നമ്മൾ ഉത്തരം സോൾവ് ചെയ്ത് കഴിഞ്ഞത്. 26ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡിഫറൻഷിയേറ്റിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം ആൻ ആർഗ്യുമെന്റ്. ഒരു സ്റ്റേറ്റ്മെന്റും ആർഗ്യുമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റും ഒരു ആർഗ്യുമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയേണ്ടത്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്താവനാ വാചകമാണ്, ഒരു ക്ലെയിം ആണ്, നമ്മളൊരു വാദം ഉന്നയിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രസ്താവനയാണ്. ഇനി ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് അത് തന്നെ. ഞാൻ ആർഗ്യുമെന്റ് ഈസ് എ ക്ലെയിം സപ്പോർട്ടഡ് ബൈ എവിഡൻസ് ആൻഡ് ദ റീസണിങ്. പക്ഷെ ആർഗ്യുമെന്റ് അങ്ങനെയല്ല, വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, ആ സ്റ്റേറ്റ്മെന്റിന് എവിഡൻസിന്റെയും യുക്തിയുടെയും പിന്തുണ വേണം, സപ്പോർട്ട് വേണം, അപ്പോഴാണ് അത് ആർഗ്യുമെന്റ് ആവുക. ഇതാണ് വ്യത്യാസം. 27ാമത്തെ ചോദ്യം: കോംബാറ്റിംഗ് സ്റ്റേജ് ഫ്രൈറ്റ്. അതായത് സ്റ്റേജിൽ കയറുമ്പോഴുള്ള ആ ഭ്രമം അല്ലെങ്കിൽ ആ പേടി, അതാണ് സ്റ്റേജ് ഫ്രൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വേദിയില് സഭാകമ്പം എന്നൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണിത്. അപ്പോ അതിനോട് നമ്മൾ പൊരുതണമെങ്കിൽ, അതിനോട് കോമ്പാറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വഴികളാണുള്ളതെന്നാണ് ചോദ്യം. ഉത്തരം പോയിന്റ് ആയിട്ട് നൽകിയിരിക്കുന്ന ഒന്ന്: പ്രിപ്പയർ തറലി. നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യുക. അവസാന നിമിഷം ഓടിക്കയറിയാൽ നമുക്ക് ആർക്കായാലും സഭാകമ്പം ഉണ്ടാവും. നന്നായിട്ട് തയ്യാറെടുത്ത ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നല്ല കോൺഫിഡൻസ് നമുക്ക് നല്ല പെർഫോമൻസിന് കാരണമാവും. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. ടെൻഷൻ കൂടുമ്പോൾ റിലാക്സ്ഡ് ആവാനുള്ള ടെക്നിക്കുകൾ മനസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തയ്യാറെടുത്തിരിക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് ഈസിലി പോസിബിൾ ആവും. ഇനി ഫോക്കസ് ഓൺ ദ മെസ്സേജ് റദർ ദാൻ ദ ഓഡിയൻസ്. ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യരുത്. ഓഡിയൻസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പേടി തോന്നുന്നു, അതിനല്ല. അപ്പൊ ഓഡിയൻസിലേക്കല്ല. ആദ്യമായിട്ടൊക്കെ സ്റ്റേജിൽ കയറുന്ന വ്യക്തികള് പറയേണ്ടത് തനിക്ക് പറയാനുള്ള സന്ദേശം, അതിന്റെ ഉൾക്കാമ്പിലേക്കാണ് മനസ്സ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, അല്ലാതെ ഓഡിയൻസിലല്ല. മറ്റൊരു 4ാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത്: യൂസ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. പോസിറ്റീവ് ആയിട്ട് അവനവനോട് തന്നെ സംസാരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഞാനിത് പറയുന്നത് ഇതിന്റെ നല്ല അംശങ്ങൾ ജനങ്ങളിൽ എത്തണം എന്നുള്ള നല്ല ആഗ്രഹം കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എത്ര നന്നായി പറയുന്ന അത്രയും നല്ലതായിട്ട് ജനങ്ങളിലേക്ക് എത്തും എന്നുള്ള. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ ആശങ്കപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉള്ള ആത്മവിശ്വാസം കൂടി നഷ്ടപ്പെടും എന്നൊക്കെയുള്ള ഒരു സ്വയം അവനവനോട് തന്നെയുള്ള സംഭാഷണം ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ നമുക്ക് സഭാകമ്പം കുറെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി മറ്റൊന്ന് കണ്ടീഷണൽ സെന്റൻസ് ആണ്. എ കണ്ടീഷണൽ സെന്റൻസ് എക്സ്പ്രസസ് എ ഹൈപ്പോത്തറ്റിക്കൽ ഓർ അൺസർട്ടൺ സിറ്റുവേഷൻ. ഒരു കണ്ടീഷണൽ സെന്റൻസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഒരു സാങ്കല്പിക സാഹചര്യമാണ്, അൺസർട്ടൺ ആയ സിറ്റുവേഷൻ ആണ്. ആൻഡ് ഇറ്റ്സ് എ കോൺസിക്വൻസ്, അതിന്റെ അനന്തരഫലങ്ങളാണ്. ഓപ്പൺ യൂസ്ഡ് യൂസിങ് ഇഫ് ഓർ അൺലെസ്. അത് പലപ്പോഴും അതിനകത്ത് ഇഫ്, എങ്കിൽ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അൺലെസ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇംഗ്ലീഷ് വാചകങ്ങളെയാണ് എന്താണ് ഒരു നടന്നിട്ടില്ലാത്ത ഒരു കാര്യം അത് അങ്ങനെ നടക്കുകയാണെങ്കിൽ അതാണ് സാങ്കല്പിക സാഹചര്യം എന്ന് പറയുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു സെന്റൻസിനെയാണ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്നത്. പാർട്ട് ഡി ലോങ് ആൻസർ ടൈപ്പ് ആണ്. വലിയ ആൻസർ ആയിട്ട് ഇവിടെ നമ്മൾ ഒത്തിരി വലുതായിട്ട് ഉത്തരം കൊടുക്കുന്നില്ലെങ്കിൽ കൂടി അത് വിപുലീകരിക്കേണ്ടതുണ്ട്. അബ്സ്ട്രാക്ട് ഫോർ എ റിസർച്ച് സ്റ്റഡി ഓൺ ഡ്രഗ് അഡിക്ഷൻ ഇൻ റൂറൽ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ മയക്കുമരുന്നിന് അടിമകളാകുന്ന ആളുകളെ കുറിച്ച് ഒരു റിസർച്ച് പഠനം നടത്തുകയാണ്. അതിന്റെ ഒരു ഏകദേശ രൂപം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ആദ്യം തന്നെ ബ്രീഫ്ലി ഇൻട്രൊഡ്യൂസ് ദ ടോപ്പിക് ഓഫ് ഡ്രഗ് അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ എന്ന ടോപ്പിക്കിനെ ചുരുക്കി ഒന്ന് അവതരിപ്പിക്കുക. ഹൈലൈറ്റിംഗ് ഇറ്റ്സ് പ്രിവൈലൻസ് ആൻഡ് ഇമ്പാക്ട് ഓൺ കമ്മ്യൂണിറ്റീസ്. അത് പല സമൂഹങ്ങളിലും, പ്രത്യേകിച്ച് ഗ്രാമീണ സമൂഹങ്ങളിലൊക്കെ അത് നിലനിൽപ്പുണ്ട്, പ്രിവൈൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ഇമ്പാക്ട് ഓരോരോ കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതൊക്കെ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്യുക. 2, ഔട്ട്ലൈൻ ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഔട്ട്ലൈൻ ചെയ്യുക. മെത്തഡോളജി ആൻഡ് കീ ഫൈൻഡിങ്സ്. അത് ഏത് രീതിശാസ്ത്രം ഉപയോഗിച്ചാണ് നമ്മൾ ഗവേഷണം നടത്തുന്നത്, എന്തൊക്കെ കണ്ടെത്തലുകൾ നമ്മുടെ ഗവേഷണത്തിന്റെ ഫലമായിട്ടുണ്ടായി, ഇതൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. അതിനുശേഷം ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ സ്റ്റഡി ഫോർ പോളിസി മേക്കേഴ്സ്. ഈ നമ്മുടെ പഠനം നയം രൂപീകരിക്കുന്ന ഗവൺമെന്റ് അങ്ങനെയുള്ള അധികാരികൾക്ക് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയും, അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടർമാര്, നഴ്സുമാര്, അങ്ങനെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ആൻഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്, അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കന്മാർക്കും അവരെ നയിക്കുന്നവർക്കൊക്കെ ഇത് എങ്ങനെ ഗുണകരമാകും. എക്സാമ്പിൾ: ദിസ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റ്സ് ദി പ്രിവൈലൻസ് ആൻഡ് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഡ്രഗ് അഡിക്ഷൻ ഇൻ റൂറൽ ഇന്ത്യ. ഗ്രാമീണ ഇന്ത്യയിൽ ഡ്രഗ് അഡിക്ഷൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ്. എ മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് വാസ് യൂസ്ഡ്. ഒരു മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കമ്പൈനിങ് സർവേസ് ആൻഡ് ഇന്റർവ്യൂസ് വിത്ത് 500 പാർട്ടിസിപ്പൻസ്. 500 പാർട്ടിസിപ്പൻസ്
500 പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു സർവേ ആണിത്. The findings reveal a significant correlation between socio-economic factors and drug addiction. Socio-economic factors and drug addiction തമ്മിൽ ഗണ്യമായ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പങ്കുണ്ട്, കോറിലേഷൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. These studies implications highlight the need for targeted interventions and community-based programs to address this issue. ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയുള്ള ഇന്റർവ്യൂകൾ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നടത്തിയതിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുക. ഇനി അടുത്തത് നരേറ്റീവ് എസ്സേ അബൌട്ട് വിസിറ്റ് ടു എ പ്ലേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. അപ്പോൾ ഇത് ആവർത്തിച്ച് വന്നിട്ടുള്ള ഒരു എസ്സേ ആണ്. ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു സന്ദർശനം നടത്തി അതിനെ കുറിച്ച് വർണ്ണിക്കുക എന്ന് പറഞ്ഞ എസ്സേ ആണ്. ഇവിടെ നമ്മൾ താജ്മഹലിന്റെ കാര്യമാണ് പറയുന്നത്. ഡിസ്ക്രൈബ് ദ പ്ലേസ് യു വിസിറ്റഡ് ആൻഡ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മുടെ ചോദ്യം. ഷെയർ യുവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. ആൻഡ് ഒബ്സർവേഷൻസ് ഡ്യൂറിംഗ് ദ വിസിറ്റ്, നിങ്ങൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. റിഫ്ലക്ട് ഓൺ വാട്ട് യു ലേൺഡ് ആൻഡ് ഹൗ ഇറ്റ് ഇമ്പാക്റ്റഡ് യുവർ പെർസ്പെക്റ്റീവ്, നിങ്ങൾ അവിടെ എന്താ പഠിച്ചത്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ മാറ്റിമറിച്ചു അല്ലെങ്കിൽ സ്വാധീനിച്ചു തുടങ്ങിയവയും പറയണം. ഒരു എക്സാമ്പിൾ ചെറുതായിട്ട് പറഞ്ഞിരിക്കുന്നു. മൈ വിസിറ്റ് ടു ദ താജ്മഹൽ വാസ് എ ബ്രീത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ്. ഒരു അത്ഭുതം കൂറുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക് താജ്മഹൽ സന്ദർശനം. As I walked through the intricate gardens and admired the stunning architecture, അവിടുത്തെ വളരെ സൂക്ഷ്മമായി നിർമ്മിക്കുന്ന പൂന്തോട്ടങ്ങൾ, കണ്ണ് അഞ്ചിപ്പിക്കുന്ന ശില്പവാസ്തുവിദ്യ, ഇതൊക്കെ കണ്ടപ്പോൾ ഐ ഫെൽറ്റ് എ ഡീപ് സെൻസ് ഓഫ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. എൻ്റെ മനസ്സിലേക്ക് ചരിത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ഒരു വലിയ അവബോധം എന്നിൽ ഉണർന്നു. ലേണിംഗ് അബൌട്ട് ദ ലവ് സ്റ്റോറി ബിഹൈൻഡ് ദ മോണുമെന്റ്സ് കൺസ്ട്രക്ഷൻ. ഈ താജ്മഹൽ എന്ന് പറയുന്ന നിർമ്മിതി, അതുണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ഒരു പ്രേമകഥ, ഷാജഹാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസിന്റെയും തമ്മിലുള്ള പ്രണയത്തിന്റെ ആ കഥ, അത് കുറിച്ചുകൂടി കേട്ടപ്പോൾ ആഡഡ് ആൻ ഇമോഷണൽ ഡെപ്ത് ടു മൈ എക്സ്പീരിയൻസ്. എൻ്റെ അനുഭവത്തിന് കുറച്ചും കൂടെ വൈകാരികമായ ഒരു ആഴം ഉണ്ടായി എന്ന് കൂടി പറയുന്നു. ഇനി തുടർന്ന് പറയുന്നു, ദിസ് വിസിറ്റ് നോട്ട് ഓൺലി എൻറിച്ച്ഡ് മൈ നോളജ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. ഈ സന്ദർശനം ഇന്ത്യ ചരിത്രത്തെ കുറിച്ചുള്ള എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, സമ്പന്നമാക്കി എന്ന് മാത്രമല്ല, ബട്ട് ഓൾസോ ലെഫ്റ്റ് മീ വിത്ത് എ ലാസ്റ്റിംഗ് ഇംപ്രഷൻ ഓഫ് ദ കൺട്രീസ് റിച്ച് ഹെറിറ്റേജ്. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ കുറിച്ച് ദീർഘമായ നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു മതിപ്പ് എൻ്റെ മനസ്സിലും ഉണ്ടാക്കി. ഈ രീതിയിൽ നമുക്ക് വാചകങ്ങൾ പറഞ്ഞു പോവാം. വേറൊരു ചോദ്യം, ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ ആൻ ഇന്റർവ്യൂ. ഒരു ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിപ്പറേഷൻ, പങ്ക്ച്വാലിറ്റി ആൻഡ് കോൺഫിഡൻസ്. ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ പ്രാധാന്യം, പങ്ക്ച്വാലിറ്റിയുടെ പ്രാധാന്യം, സമയത്ത് എത്തണം, ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തണം, ആത്മവിശ്വാസത്തോടു കൂടി നമ്മളെ തന്നെ അവതരിപ്പിക്കണം. ഹൈലൈറ്റ് ദ നീഡ് ടു ഡ്രസ് പ്രൊഫഷണലി. വളരെ പ്രൊഫഷണലായിട്ട് നമ്മൾ ഡ്രസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം. മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ആസ്ക് റെലവെന്റ് ക്വസ്റ്റ്യൻസ്, വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുക. എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഷോക്കേസിങ് വൺസ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഒരാളുടെ സ്കിൽസും എക്സ്പീരിയൻസും വളരെ നല്ല രീതിയിൽ ഷോക്കേസ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. എക്സാമ്പിൾ, ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ ഇറ്റ്സ് എസെൻഷ്യൽ ടു ബി പ്രിപ്പയർഡ്, ഡ്രസ്സിംഗ് പ്രൊഫഷണലി ആൻഡ് അറൈവിംഗ് ഓൺ ടൈം. പ്രൊഫഷണലായിട്ട് ഡ്രസ് ചെയ്യുക, സമയത്തെത്തുക, ഇതൊക്കെ പ്രധാനമാണ്. മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് ആൻഡ് ആസ്കിങ് തോട്ട്ഫുൾ അബൌട്ട് ക്വസ്റ്റ്യൻസ് ഡെമോൺസ്ട്രേറ്റ്, അല്ലെ, ചിന്തോദ്ദീപകമായ ചോദ്യങ്ങൾ ചോദിക്കുക. ഡെമോൺസ്ട്രേറ്റ്സ് ഇൻട്രസ്റ്റ്, അത് എന്താണ് സൂചിപ്പിക്കുന്നത്? താല്പര്യമുണ്ട്, നിങ്ങൾ അതിൽ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഹൈലൈറ്റിംഗ് വൺസ് സ്ട്രെങ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. സത്യസന്ധമായിരിക്കുക, ഒരാളുടെ കരുത്തും അനുഭവ സമ്പത്തും ഉയർത്തി കാണിക്കുക എന്ന് പറഞ്ഞാൽ ക്യാൻ മേക്ക് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ മേക്കിംഗ് എ പോസിറ്റീവ് ഇംപ്രഷൻ. ഒരു പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കാനായിട്ട് തീർച്ചയായിട്ടും അത് സഹായിക്കും എന്ന് പറയാം. മറ്റൊരു ചോദ്യം, 35-ാമത്തേത്, മെഷേഴ്സ് ടു അവോയ്ഡ് പ്ലാജിയറിസം ഇൻ അക്കാദമിക് റൈറ്റിംഗ്. അക്കാദമിക് റൈറ്റിംഗിൽ നമ്മൾ മറ്റുള്ളവരെ എഴുതിയ കണ്ടന്റിനെ മോഷ്ടിച്ചെഴുതാൻ പാടില്ലല്ലോ. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്താണ് വഴി? പ്ലാജിയറിസം മീൻസ് ടു ടേക്ക് ദ വേർഡ്സ്, ഐഡിയാസ് ഓർ അനലൈസ് ദാറ്റ് സം അതർ പേഴ്സൺ ഹാസ് റിട്ടൺ ആൻഡ് റെപ്രസെന്റ് ദം ആസ് യുവർ ഓൺ വേർഡ്സ്, ഐഡിയാസ് ഓർ അനാലിസിസ്. മറ്റുള്ളവർ എഴുതിയ കാര്യം നിങ്ങളുടെ സ്വന്തമായ വാക്കുകളാണ്, ആശയങ്ങളാണ്, വിശകലനങ്ങളാണ് എന്ന വ്യാജേന അവതരിപ്പിക്കുന്നതിനാണ് പ്ലാജിയറിസം എന്ന് പറയുന്നത്. അക്കാഡമിക് റൈറ്റിംഗിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. സോ പ്ലാജിയറിസം കണ്ടെത്താനായിട്ട് ടൂൾസ് ഒക്കെ ഉണ്ട്. അതിന്റെ പ്രാധാന്യവും
ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് വേണം എന്നുള്ളതൊക്കെയാണ് ഇനി അടുത്തതായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടത്. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രോപ്പർ സൈറ്റേഷൻ ആൻഡ് റെഫറൻസിങ്. നിങ്ങൾ ആരുടെയെങ്കിലും കണ്ടന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സൈറ്റേഷൻ കാണിക്കണം. അതായത് എവിടെ നിന്നാണ് എടുത്തത്, ഏത് ഓതറുടെ ബുക്ക്, ഏത് വർഷം പബ്ലിഷ് ചെയ്തത്, പബ്ലിഷേഴ്സിന്റെ പേര് തുടങ്ങിയവയൊക്കെ MLA ഫോമോ APA ഫോമോ പോലുള്ള അംഗീകൃതമായിട്ടുള്ള സൈറ്റേഷൻ സ്റ്റൈലുകൾ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചിക്കാഗോ സ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ ഹാർവാർഡ് സ്റ്റൈലുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ടു അവോയ്ഡ് പ്ലാജിയറിസം ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു പ്രോപ്പർലി സൈറ്റ് സോഴ്സസ്. സോഴ്സ് എന്ത് ചെയ്യുന്നു, പ്രോപ്പർ ആയിട്ട് സൈറ്റ് ചെയ്യുക എന്നുള്ളത് യൂസിങ് റെക്കഗ്നൈസ്ഡ് സൈറ്റേഷൻ സ്റ്റൈൽസ്, അംഗീകൃതമായ സൈറ്റേഷൻ സ്റ്റൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ സൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പാരാഫ്രൈസിങ് ആൻഡ് സമറൈസിങ് ഇൻഫോർമേഷൻ വൈൽ മെയിൻറ്റെയിനിങ് ദ ഒറിജിനൽ മീനിങ് ഈസ് ഓൾസോ എസെൻഷ്യൽ. ഒറിജിനൽ മീനിങ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പാരാഫ്രൈസ് ചെയ്ത് അതിനെ പറയാവുന്നതാണ്. ഉദ്ധരിച്ച് അതേ വാചകത്തെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്നതിനാണ് പാരാഫ്രൈസ് ചെയ്ത് പറയാന്ന് പറയുന്നത്. Utilizing plagiarism detection tools can help identify potential issues. പ്ലാജിയറിസം കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഇഷ്യൂ എന്തെങ്കിലും നമ്മുടെ എഴുത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ, അറിയാതെയെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് ഒഴിവാക്കാം. എംഫസൈസ് ദ നീഡ് ടു പാരാഫ്രൈസ് ആൻഡ് സമറൈസ് ഇൻഫർമേഷൻ കറക്റ്റ്ലി. നമ്മൾ വേറൊരാൾ എഴുതിയ കാര്യത്തെ നമ്മുടേതായ വാക്കുകൾ ഉപയോഗിച്ച് വേറൊരു രീതിയിൽ പകർത്തി മറ്റൊരു രീതിയിൽ മാറ്റി എഴുതുന്നതിനാണ് പാരാഫ്രൈസ് ചെയ്യാന്നുള്ളത്. അങ്ങനെ പാരാഫ്രൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, അതിന്റെ ആവശ്യം തിരിച്ചറിയണം, അതിന് ഊന്നൽ കൊടുക്കണം. എപ്പോഴും സമ്മറി ആയിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പ്രയോറിറ്റൈസിങ് ഒറിജിനാലിറ്റി ആൻഡ് പ്രോപ്പർലി ക്രെഡിറ്റിംഗ് അതേഴ്സ് വർക്ക്. മറ്റുള്ളവരുടെ വർക്ക് അതിന് വേണ്ട ക്രെഡിറ്റ് അതേപടി കൊടുക്കുക എന്നുള്ളത്. ഇൻഷർ അക്കാദമിക് ഇന്റഗ്രിറ്റി, അതൊക്കെ നമ്മുടെ അക്കാദമികമായിട്ടുള്ള നമ്മുടെ സത്യസന്ധതയാണ് ഉറപ്പുവരുത്തുന്നത്.